നാരായണീയം ദശകം 12. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം സ്വായംഭുവോ മനുരഥോ ജനസർഗശീലോ ദൃഷ്ട്വാ മഹീമസമയേ സലിലേ നിമഗ്നാം സ്രഷ്ടാരമാപശരണം ഭവദംഘ്രിസേവാ തുഷ്ടാശയം മുനിജനൈ സഹ സത്യലോകേ കഷ്ടം പ്രജാസൃജതി മയ്യവനിർനിമഗ്ന സ്ഥാനം സരോജഭവ കൽപ്പയ തൽപ്രജാനാം ഇത്യേവമേഷ കഥിതോ മനുനാ സ്വയംഭൂ അംഭോരുഹാക്ഷ തവ പാദയുഗം വ്യചിന്തീത് ഹാ ഹാ വിഭോ ജലമഹം ന്യപിബം പുരസ്താത് അദ്യാഭിമജ്ജതി മഹീ കിമഹം കരോമി ഇത്തം ത്വദംഘ്രിയുഗളം ശരണം യതോസ്യ നാസാപുടാൽ സമഭവ ശിശുകോലരൂപീ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അങ്കുഷ്ടമാത്രവപുരുപതിതഃ പുരസ്താത് ഭൂയോധ കുംഭിസദൃശഃ സമജൃംഭധാസ്ത്വം അഭ്രേതധാവിദമുദീക്ഷ്യ ഭവന്തമുച്ചേത് വിസ്മേരതാം വിധിരകാത് സഹസൂനുഭിസ്വൈ കോസാവചിന്യ മഹിമാ കിടിരുത്തിതോ മേ നാസാപുടാൽക്കുമു ഭവേദജിതസ്യ മായാ ഇത്തം വിചിന്തയതി ധാതരി ശൈലമാത്ര സദ്യോ ഭവൻ കില ജഗർജിതഘോരഘോരം തം തേ നിനാദമുപകർണ്യ ജനസ്തപസ്ഥ സത്യസ്ഥിതാശ്ച മുനയോ നുനുവുർഭവന്തം തൽസ്തോത്രഹർഷുലമനാ പരിണദ്യ ഭൂയസ്തോയാശയം വിപുലമൂർത്തിരവാതരസ്ത്വം ഊർധ്വപ്രസാരി പരിധൂമ്രവിധൂതരോമാ പ്രോക്ഷിപ്തവാലധിരവാങ്മുഖഘോരഘോണ തൂർണപ്രതീർണജലത പരികൂർണദക്ഷ്ണ സ്തോതൃന്മുനീൻ ശിശ്രയന്നവതേരിധത്വം അന്തർജലം തദനു സങ്കുലനക്രചക്രം ഭ്രാമ്യത്തിമിംഗലകുലം കലുഷോർമിമാലം ആവിശ്യ ഭീഷണരവേണരസാതലസ്ഥാൻ ആകമ്പയൻ വസുമതീമഗവേഷയസ്ത്വം ദൃഷ്ട്വാ ദൈത്യഹതകേന രസാതലാന്തേ സംവേശിതാം ഛടിതി കൂടകിടിർവിഭോത്വം ആപാദുകാനവിഗണയ്യ സുരാരിഖേടാൻ ദംഷ്ട്രാങ്കുരേണ വസുധാമദധാസലീലം അഭ്യുദ്ധരന്നധരാം ദശനാഗ്രലഗ്നാമുസ്താങ്കുരാങ്കിത ഇവാധികപീവരാത്മാ ഉദ്ധൂതഘോരസലിലാ ജലധേരുദഞ്ജൻ ക്രീഡാവരാഹവപുരീശ്വര പാഹി രോഗാൽ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെ നമ്മളിന്ന് 12ാമത്തെ ദശകം വരാഹാവതാരത്തിൽ എത്തി നിൽക്കുകയാണ് അല്ലേ. വരാഹം പറഞ്ഞാൽ പന്നി. പന്നിന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറപ്പ് തോന്നും അല്ലേ. ആ ഒരു അതിൻ്റെ ക്രിയകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അതിൻ്റെ ചെയ്ത്തുകളൊക്കെ കണ്ടാൽ ഇങ്ങനെ ചളിയിലൊക്കെ മുങ്ങി നടക്കും. പക്ഷേ ഭഗവാൻ ഒരു അറപ്പുമില്ലാതെ ആ വരാഹമൂർത്തിയുടെ രൂപം സ്വീകരിച്ചു എന്നാണ്. പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രമൊക്കെ കേട്ടിട്ടില്ലേ? ഞങ്ങളവിടെ അമ്മമാരെല്ലാവരും കൂടെ പോയി തൊഴുണ്ടായി. ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തീർത്ഥാടനം വയ്ക്കും. ഞങ്ങളുടെ ഗ്രൂപ്പ്, അമ്മമാരുടെ ഗ്രൂപ്പുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേരളത്തിലെ ക്ഷേത്രങ്ങളൊക്കെ സഞ്ചരിക്കും. ചെറിയ ചെറിയ ട്രിപ്പുകൾ, വൺ ഡേ ട്രിപ്പുകൾ. അപ്പം അങ്ങനെ പന്നിയൂർ വരാഹമൂർത്തിയും തൊഴാൻ ഭാഗ്യം ഉണ്ടായിട്ട് 1-2 വട്ടം ഞങ്ങൾ ഫാമിലി ആയിട്ടും പോയിട്ടുണ്ട്. അപ്പോൾ പന്നിയൂർ വരാഹം, അതായത് വരാഹം പറഞ്ഞ പന്നി, ആ പന്നി അല്ലെങ്കിൽ ഇത് യജ്ഞവരാഹാണ്. ശരിക്കും പറഞ്ഞാൽ ജീവിതം ഒരു യജ്ഞമല്ലേ അല്ലേ? അങ്ങനെയല്ലേ ആചാര്യന്മാരൊക്കെ പറഞ്ഞു. നമ്മുടെ ജീവിതം തന്നെ ഒരു യജ്ഞമായിട്ട് കൽപ്പിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കതെല്ലാം പ്രസാദ ബുദ്ധിയോടുകൂടെ സ്വീകരിക്കാനും ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ പത്നിയുടെ വിക്രികളൊക്കെ കണ്ടാൽ നമുക്ക് അറപ്പ് തോന്നും എന്ന് പറയുന്ന നമ്മളെ കണ്ടാൽ ദേവന്മാർ ചിന്തിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെക്കാൾ ഉത്കൃഷ്ടരായിട്ടുള്ള മുനീശ്വരന്മാരൊക്കെ ഇവരെ ചിന്തിക്കുന്നുണ്ട്. ഇവരെ ഞാൻ ഈ മനുഷ്യനാട്യത്തിൽ ഈ ലോകത്തിലേക്ക് വിട്ടത് എന്തിനാ? ഇപ്പം അവർ ചെയ്യുന്നത് എന്താ? ഇവർ ഇതന്നെയാണ് സുഖം എന്ന് വിചാരിച്ച് കളിച്ചുകൊണ്ട് നടക്കല്ലേ എന്ന് ചിന്തിക്കുന്നുണ്ടാവും നമ്മളെക്കുറിച്ചിട്ട് അല്ലേ. നമ്മളോട്
കലികാലത്തുള്ള ജനങ്ങളോടുള്ള സഹതാപം കൊണ്ടാണ് വ്യാസൻ നമുക്ക് ഭാഗവതമൊക്കെ രചിച്ചു തന്നത് എന്ന് പറയും. അതേപോലെ തന്നെ ആ ഭാഗവതത്തിൻ്റെ ക്യാപ്സ്യൂൾ രൂപമാണ് ഇപ്പോൾ നമുക്ക് വ്യാസൻ്റെ തന്നെ അവതാരമായിട്ടുള്ള മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നമുക്ക് ഇങ്ങനെ വേഗം 5 മണിക്കൂർ കൊണ്ട് 6 മണിക്കൂർ കൊണ്ടൊക്കെ വായിച്ച് സമർപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കാക്കി തന്നത്. അപ്പോൾ ആ മഹിമ നമ്മൾ ആചാര്യനെ എപ്പോഴും നമ്മൾ സ്മരിക്കണം അല്ലേ. മേൽപ്പത്തൂരുണ്ടാവുകൊണ്ട് നമുക്ക് ഇത്ര സൗകര്യമായിട്ട് ഭഗവാനെ ആരാധിക്കാൻ കിട്ടി എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. ആ ഒരു അനുഗ്രഹ ബുദ്ധി നമുക്ക് അവരിൽ നിന്നുണ്ടാവണം എന്നർത്ഥം. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, വരാഹം ചളി കടന്ന് കളിക്കുമ്പോൾ അതിൻ്റെ സ്വർഗ്ഗമാണ് അതെന്ന് അത് വിചാരിക്കത്ര. പന്നികൾ ചളിയിൽ കടന്ന് തുള്ളിക്കുമ്പോൾ, പുഴുക്കൾ ചളിയിൽ കടന്ന് തുള്ളുമ്പോൾ പുഴുവിന് ഏറ്റവും വലിയ സ്വർഗ്ഗം അതാ തോന്നുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ സുഖം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്കുണ്ട് വേദത്തിൽ പറയുന്നത്. നേതി നേതി എന്നാണ്. ഇതല്ല പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ജിജ്ഞാസുക്കൾക്ക് ഏതാണ് എന്ന് തെളിഞ്ഞു വരുമെന്നുള്ളതാണ് നമ്മുടെ ആചാര്യന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇതല്ല എന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിച്ച് പോകുമ്പോൾ എല്ലാത്തിലും നമ്മൾ ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് പോകണം എന്നാണ് പറയുക. അപ്പം അങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം നമ്മൾ എത്തും. എവിടെ? നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തുമെന്നുള്ളതാണ് സത്യം. അതിനായിട്ടുള്ള ശ്രമമാണ് അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സ്വയംഭുവോ മനുരഥോ മനുഹു അധഃ ജനസർഗശീലോ ദൃഷ്ട്വാ മഹീം അസമയേ സലിലേ നിമഗ്നം. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടു അല്ലേ, 10ാമത്തെ അധ്യായത്തിൽ സൃഷ്ടിഭേദങ്ങളെക്കുറിച്ച് കണ്ടു. അപ്പോൾ ഇവിടെ സൃഷ്ടിക്കാനായിട്ട് തുടങ്ങുമ്പോൾ സ്ഥാനമാണല്ലോ. സൃഷ്ടിച്ച് ജീവജാലങ്ങളൊക്കെ നിർത്താനും ഇരുത്താനും കടത്താനും ഒക്കെ സ്ഥാനം വേണ്ടേ. അങ്ങനെ സ്ഥാനം നോക്കിയപ്പോൾ ഭൂമി അവിടെ കിടക്കുക. ഭൂമി മഹീം അസമയേ സലിലേ നിമഗ്നം. ആ സമയത്ത് നോക്കുമ്പോൾ സലീലത്തിൽ വെള്ളത്തിൽ മുങ്ങി കിടക്കുക. ആരായി പണി ചെയ്തതെന്ന് കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടു നമ്മൾ. ഹിരണ്യാക്ഷൻ അല്ലേ. അവൻ യുദ്ധത്തിന് തെരഞ്ഞു നടക്കുമ്പോൾ വരുണദേവൻ്റെ അടുത്ത് പോയിരുന്ന വരുണദേവനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി കൈ ധരിച്ചിട്ട് പോയപ്പോൾ വരുണദേവൻ പറഞ്ഞു, നിനക്ക് പറ്റിയ ആൾ ഞാനല്ല, വേറൊരാളുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു. ആരെ? ഗുരുവായൂരപ്പനെ പറഞ്ഞു കൊടുത്തു. ജലേശാൽ സദൃശം ഭവന്തം. ജലേശൻ പറഞ്ഞു കൊടുക്കും, സദൃശം അങ്ങക്ക് തുല്യനായിട്ട് ഒരാളേ ഉള്ളൂ, അല്ലെങ്കിൽ അങ്ങക്ക് യുദ്ധം ചെയ്യാൻ ഞാൻ പോരാ എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഈ സ്വയംഭുവ മനു സൃഷ്ടികളൊക്കെ ഉണ്ടാക്കി അവരെ എവിടെ ഇരുത്തും എന്ന് ചിന്തിച്ചപ്പോഴാണ് ജനസർഗ ശീലോ നോക്കുമ്പോൾ ദൃഷ്ടാ മഹീം ഭൂമി ദേവി വെള്ളത്തിൽ മുങ്ങിക്കിടക്കണു. സൃഷ്ടാരമാപ ശരണം സൃഷ്ടിക്കാൻ തുടങ്ങി എന്നിട്ട് ശരണം പ്രാപിച്ചു എന്നാണ്. ആരെ? ഭവത് അങ്കറി സേവ, അങ്ങയുടെ പാദത്തിനെ ആശ്രയിച്ചുകൊണ്ട് പറഞ്ഞു. തുഷ്ടാശയം മുനിജനൈ സഹ സത്യലോകെ, മുനിജനങ്ങളൊക്കെ പാടെ അങ്ങയുടെ ആ സത്യലോകത്തിൽ വന്ന് അവരെ ആശ്രയിച്ചു, ശരണാഗതി പ്രാപിച്ചു. ഇവരൊക്കെ എവിടെയാണ് ഈ പ്രജകളെയൊക്കെ നിർത്തുക എന്ന് വെച്ചാൽ, കഷ്ടം പ്രജാ സൃജതി, ഞാൻ സൃഷ്ടിച്ച പ്രജകളെയൊക്കെ മൈ അവനീർ നിമഗ്ന, ആ ഭൂമി വെള്ളത്തിൽ മുങ്ങി കിടക്കുകയാണല്ലോ, സ്ഥാനം വേണം. സരോജ ഭവ, ബ്രഹ്മാവിനോട് എല്ലാവരും പോയി പറയുന്നത്. സത്യലോകത്തിലാണല്ലോ ബ്രഹ്മാവ് ഇരിക്കുന്നത്. കൽപ്പയ, അങ്ങ് കൽപ്പിച്ചാലും തൽപ്രജാനം, ഈ പ്രജകളൊക്കെ എവിടെ നിർത്തും എന്നുള്ളത്. ഇതി ഏവ ഏഷ ഇത്യവമേഷ ഇതി ഏവം ഏഷ കഥിതോ, അങ്ങനെ പറഞ്ഞുകൊണ്ട് മനുനാൽ സ്വയംഭുവ മനുനാൽ പറയപ്പെട്ടു. സ്വയംഭൂരംഭോരുഹാക്ഷ തവ പാദയുഗം വ്യചീന്തിയിൽ. ഇങ്ങനെ ഈ സ്വയംഭുവ മനു ബ്രഹ്മാവിനോട് പോയി പറഞ്ഞപ്പോൾ അദ്ദേഹം അങ്ങയുടെ പാദങ്ങളെയാണ് ചിന്തിച്ചത്. ആരുടെ? അല്ലയോ ഗുരുവായൂരപ്പ, ഇപ്പം എവിടെ ഇരിക്കുക? മൽപ്പത്തൂര് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ഇരുന്നിട്ടാണ് അതൊക്കെ പറയുന്നത്. അതുകൊണ്ട് അങ്ങയുടെ പാദത്തിനെ ചിന്തിച്ചു. ഉടനെ ഹാ വിഭോ ജലം അഹംന്യപിബം പുരസ്താത് അദ്യാപി മജ്ജതി മഹീകിമഹം കരോമി. പണ്ട് ഞാൻ ഈ വെള്ളമൊക്കെ കുടിച്ച് തീർത്തിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ ആ വെള്ളത്തിൽ മുങ്ങി കിടക്കാണ് ഭൂമി. ഞാൻ എന്ത് ചെയ്യണം? കിം കരോമി കിം അഹം, ഞാൻ എന്ത് ചെയ്യണം? ഇത്തം, ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് ത്വത് അങ്ക്രിയുകളം ശരണം യഥോസി, അങ്ങയുടെ പാദചരണങ്ങളെ ആശ്രയിച്ചപ്പോൾ നാസാപുടാൽ സമഭവ, ബ്രഹ്മാവിൻ്റെ നാസാപുടങ്ങളിൽ നിന്ന് ആര് വന്നു? ശിശുകോല രൂപി. അവിടെ കോലം പറഞ്ഞാൽ പന്നി, ശിശുകോല, പന്നിക്കുട്ടിയുടെ രൂപത്തിൽ മൂക്കുന്ന് ഇങ്ങോട്ട് ചാടിയെന്നാണ്.
അവിടെയാണ് ഭഗവാന്റെ അവതാരം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ചൊല്ലും. എങ്ങനെ ഇരിക്കുന്നു ആ രൂപം? അങ്കുഷ്ടമാത്ര വപുഹു, ഒരു തള്ളവിരലിൻ്റെ അത്രയുള്ളൂ ഈ ശരീരം. അതങ്ങോട്ട് പതിച്ചു. പതിതപ്പുരസ്ഥ, മുന്നോട്ട് മൂക്കുന്നിങ്ങോട്ട് ചാടിയപ്പോൾ ഭൂയോധ കുംഭി സദൃശ സമചൃംബദാസ്തം, അവിടുന്ന് ഇങ്ങോട്ട് വളർന്ന് അതിങ്ങോട്ട് വലുതായി. പെട്ടെന്ന് കുംഭി സദൃശ അല്ലേ, കുംഭീന്ദ്രൻ, ആനയുടെ പോലെ അങ്ങോട്ട് വലുതായി സമജൃംബധാസ്ത്വം അഭ്രേ, ആകാശത്തിൽ തഥാവിധം ഉദീക്ഷ്യ ഭവന്തമുച്ചൈർ വിസ്മേരതാം, വളർന്നത് ആകാശം മുട്ട വളർന്ന് വലുതായി ഈ വരാഹം. ഇത് കണ്ടിട്ട് വിസ്മേരതാം വിധിഹി അകാത്, ബ്രഹ്മാവിന് വിസ്മയം വന്നു. സഹ സൂനുഭിസ്വൈ, അങ്ങനെ വളരെ ആശ്ചര്യത്തോടു കൂടിയിട്ട് ഈ രൂപത്തിനെ നോക്കി നിൽക്കുകയാണ്. കോ അസൗ അചിന്യ മഹിമാ കിടിരുത്തിതോമേ നാസാപുടാക്കിമു ഭവേത് അജിതസ്യമായ, എന്തൊരു മഹിമയാണ്, അചിന്യമാണ്, വർണ്ണിക്കാൻ പറ്റാത്ത മഹിമയാണല്ലോ. കിടി ഉത്തിതോമേ, എൻ്റെ ഈ മൂക്കൊന്നും ഇങ്ങോട്ട് ചാടിയല്ലോ. നാസാപുടാൽ കിമു ഭവേത് അജിതസ്യമായ, ഭഗവാന്റെ മായ എന്നല്ലാതെ എന്താ പറയുക. ഇത്തം വിചിന്തയത്, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ധാതരി ശൈലമാത്ര, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ഈ ഭൂമിയെ ഒരു മല പോലെ അങ്ങോട്ട് പൊക്കി. സദ്യോ, പെട്ടെന്ന് തന്നെ പൊക്കിക്കൊണ്ടു. ഭവൻ കില ജഗർജിത ഘോരഘോരം, അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വരാഹം ഇങ്ങോട്ട് വെള്ളത്തിലേക്ക് ഇങ്ങോട്ട് ചാടി. എന്നിട്ട് ഈ ഭൂമിദേവിയെ തേറ്റയിൽ പൊക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നു. എങ്ങനെ? ജഗർജിത ഘോരഘോരം, ഘോരം ഗർജിച്ചുകൊണ്ട് മേലേക്ക്. സദ്യോ, പെട്ടെന്ന് അതിനെ പൊക്കി കൊണ്ടുവന്നു എന്നാണ്. തം തേ നിനാദമുപകരണ, ഈ ശബ്ദം കേട്ടിട്ട് ജനസ്തവസ്ഥാ സത്യസ്ഥിതാചമുനയോ നനുവർഭവന്തം, ഈ വരാഹത്തിന്റെ അലർച്ച കേട്ടിട്ട് ആ മുനിമാരൊക്കെ അങ്ങയെ സ്തുതിച്ചു, നമിച്ചു. ആ സ്തോത്രം കേട്ടിട്ട് ഹർഷുലമന, സന്തോഷത്തോടുകൂടി പരിണദ്യ ഭൂയസ്തോയാശയം വിപുലമൂർത്തിരവാതരസ്ഥം, ആ സ്തുതി കേട്ട് വളരെ സന്തോഷിച്ചു അങ്ങ്. ഊർധപ്രസാരി, അങ്ങനെ വിപുലമായിട്ടുള്ള ആ മൂർത്തി, ആ വരാമൂർത്തി സന്തോഷത്തോടുകൂടെ പൊങ്ങി ഇങ്ങോട്ട് വന്നു. എന്നിട്ട് ആ എല്ലാവരുടെയും സ്തുതികൾ കേട്ട് അങ്ങ് എന്ത് ചെയ്തു? ഊർധപ്രസാരി പരിധൂമ്ര വിധൂതരോമ, പൊങ്ങി വന്നിട്ട് ഊർധഗതിയിലേക്ക് അങ്ങോട്ട് ഊർധം മേലേക്ക് പൊങ്ങി വന്നുകൊണ്ട് പ്രോക്ഷിപ്തവാല അധിരവാങ് മുഖഘോരഘോണ, ആ വാലുകൊണ്ട് പൊക്കിയിട്ട് അങ്ങോട്ട് വന്ന് കടഞ്ഞു എന്നാണ്, ശരീരത്തിലൊന്നും കടഞ്ഞു. തൂർണ പ്രതീർണ ജലത പരിപൂർണ ദക്ഷിണ സ്തോതൃൻ മുനി ശിശിരയന്നവതേരിധത്വം, അതായത് ഇവരെല്ലാവരും സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് പൊങ്ങി വന്നു. വന്നിട്ട് ഭൂമിയെ അതിനെ കൃത്യമായിട്ടുള്ള അതിൻ്റെ സ്ഥാനത്ത് വെച്ചു. അന്തർജലം തദനുസങ്കുല നക്രചക്രം, ഈ വരാഹത്തിൻ്റെ ഈ പരാക്രമമൊക്കെ വെള്ളത്തിൻ്റെ ഉള്ളിൽ കടന്ന് കണ്ടതും അവിടെയുള്ള ജലജീവികളൊക്കെ അങ്ങോട്ട് അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പായാൻ തുടങ്ങി. ഭ്രാമ്യ തിമിംഗിലകുലം, തിമിംഗിലം, അതേപോലെ തന്നെ നക്രചക്രങ്ങൾ, മകര മത്സ്യങ്ങളൊക്കെ, കലുഷോർമിമാലം ആവശ്യ ഭീഷണ രവേണ രസാതലത്തൊക്കെ കണ്ട് പേടിച്ചുകൊണ്ട് ജീവജാലങ്ങളൊക്കെ, ജലജീവികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പായാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് ആ ഭീഷണ രവം കൂടെ കെട്ടിട്ട് ഭൂമി രസാതലത്തിൽ നിന്ന് അത് ഭൂമി ഇങ്ങനെ വിറച്ചിരിക്കാത്ര ഭൂമിദേവി, ശബ്ദമൊക്കെ കേട്ട് പേടിച്ചിട്ട്. ആകമ്പയൻ വസുമതി മകവേഷയസ്ത്വം, വളരെ വിറച്ചുകൊണ്ട്, വസുമതി പേടിച്ച് വിറച്ചുകൊണ്ട് അങ്ങേ തന്നെ ശരണം പ്രാപിച്ച്. ദൃഷ്ട്വ, അത് കണ്ടിട്ട് അതിന് ശേഷം ദൈത്യഹതകേന രസാതലാന്തെ, ആ ദൈത്യനെ കൊന്നിട്ട് രസാതലത്തിന്റെ മുകളിലേക്ക് വന്നു ഭൂമിദേവി. സംവേശിതാം ഛടിതി, പെട്ടെന്ന് തന്നെ കൂടകിടിർ വിഭോ ത്വം, അങ്ങ് ആ കിടിവേഷധാരിയായിട്ടുള്ള പന്നിയുടെ വേഷം ധരിച്ചിട്ടുള്ള അങ്ങ് ആപാതുകാൻ അവിഗണയ്യ സുരാരി കേടാൻ ദംഷ്ട്രാങ്കുരേണ വസുധാമദാസലീലം, ആ ഭൂമിദേവി എങ്ങനെ പൊക്കിക്കൊണ്ടെന്ന ദംഷ്ട്രത്തിന്റെ മുകളിൽ വെച്ചുകൊണ്ട്, ദംഷ്ട്രാങ്കുരേണ വസുധ പറഞ്ഞ ഭൂമിദേവി ആ വെള്ളത്തിൽ നിന്ന് സലീലം, ലീലയ ഒരു കളിച്ചു കൊണ്ടുവരുന്ന പോലെ അങ്ങോട്ട് കൊണ്ടുവന്നു പൊക്കിയിട്ട്. അഭ്യുദ്ധരന്നധ ധരാം ധചനാഗ്ര ലഗ്നമുസ്താങ്കുരാങ്കിത ഇവാധിക പീവരാത്മ, അങ്ങനെ ആ ധരാം ഭൂമിദേവിയെ ദശനാഗ്ര ലംഷയുടെ ഇതിൽ വെച്ചങ്ങോട്ട് കൊണ്ടുവന്നത് എങ്ങനെയാണ്? തേറ്റപ്പുറത്ത് കൊണ്ടുവന്ന ഭൂമിദേവി വെച്ചാൽ ഒരു മുത്തങ്ങപ്പുല്ലിരിക്കുന്ന പോലെ, മുത്തങ്ങക്കിഴങ്ങിരിക്കുന്ന പോലെ. ഇവാധിക പീവരാത്മ ഉദ്ധൂതഘോര സലില ജലധേരുദഞ്ചൻ ഉദഞ്ചൻ, അങ്ങനെ ആ ഘോരമായിട്ടുള്ള അലർച്ചയോട് കൂടിയിട്ട് ഇങ്ങോട്ട് പൊങ്ങി ഇങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു സലിലത്തുനിന്ന് പുറത്തേക്ക്. ഉദഞ്ചൻ, അങ്ങനെ ക്രീഡ, അങ്ങക്ക് ഇതൊക്കെ ഒരു ലീലയല്ലേ ഭഗവാനെ. ക്രീഡാവരാഹ,
ക്രീഡാ ഒരു ലീലയായിട്ട് ഈ വരാഹമൂർത്തിയുടെ രൂപമെടുത്തിട്ടുള്ള വപു പറഞ്ഞാൽ ശരീരം ധരിച്ചിട്ടുള്ള ഈശ്വര, വപുരീശ്വര പാഹി രോഗാത്. അപ്പോഴും ഭട്ടതിരിപ്പാട് ഒടുക്കം അവിടെ ഒന്ന് തോണ്ടി അല്ലേ, ഭഗവാനെ എൻ്റെ പാഹി എന്നെ രക്ഷിക്കണേ, എന്തെന്ന് രോഗത്തുനിന്ന്, രോഗത്തിൽ നിന്നും രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ ദശകവും ഭട്ടതിരിപ്പാട് അവസാനിപ്പിക്കുന്നത്. നമ്മൾക്കും നമ്മുടെ ഉള്ളിലും പുറത്തൊക്കെ ആയിട്ടുള്ള ആ രോഗങ്ങളെ ശമിപ്പിക്കാൻ ഭഗവാനെ തന്നെ ആശ്രയിക്കാം. ഗുരുവായൂരപ്പനെ ആശ്രയിച്ചാൽ എന്താ കിട്ടാത്തത്? ആശ്രയിച്ചവർക്കേ അതിൻ്റെ സുഖം അറിയൂ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഗുരുവായൂരപ്പനെ ആശ്രയിച്ചോളൂ. ഭട്ടതിരിപ്പാട് ഗുരുക്കന്മാർ നമുക്ക് പറഞ്ഞു തന്ന മാർഗത്തു കൂടെ നമ്മൾക്കും ചലിക്കാം. എന്തായാലും ഇത് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.